എന്താടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ഇങ്ങനെ നമ്മളൊരു റീൽസ് കാണാറില്ലേ? അതുപോലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കതിലേക്ക് വരാം. കുറേ പഴയ കാര്യങ്ങൾ നമുക്കൊന്ന് ചികഞ്ഞെടുക്കാം. അതിലെനിക്ക് ആദ്യം പറയേണ്ടത് ഒരു പ്രമുഖ നടൻ്റെ ഭാര്യ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല അവർ. അദ്ദേഹം മറ്റൊരാളെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇദ്ദേഹം അറിയാതെ, അതായത് തൻ്റെ ഭർത്താവ് അറിയാതെ ഗർഭചിത്രം നടത്തി ഒരു നടിയാണ്. അപ്പം അത് അറിഞ്ഞ ശേഷമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അകൽച്ച ഉണ്ടാകുന്നതൊക്കെ. ഇവരുടെ മകൾ പോലും ഈ നടൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ഇന്ന് ഈ നടിയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഇവരാദ്യം ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ കണ്ണൂർ വെച്ച് ഒളിച്ചോടിയ ഒരു നടിയാണ്. അതിനുശേഷം ഒരു സിനിമയിൽ വന്നപ്പോൾ ഏതോ ഒരു ഈ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ വെക്കുന്ന ഒരു ആൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇവർ കരുതിയത് ഇതാണ് ഈ സിനിമയുടെ നിർമ്മാതാവെന്നാണ് കരുതിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ വിളിച്ചോടിപ്പോയി. ഈ സിനിമയിൽ പാട്ടൊക്കെ എഴുതുന്നവരുടെ നമ്പൂരിയൊക്കെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ തിരികെ കൊണ്ടുവന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ശേഷം ഇവർ പിന്നെ ആ പടത്തിൻ്റെ സംവിധായകനുമായിട്ട് പ്രേമമായിരുന്നു. അതിലെ തിരക്കഥാകൃത്ത് ആയിട്ടുള്ള ആളുമായിട്ടും പ്രേമമായിരുന്നു ഒക്കെ പറയുന്നു. ആ തിരക്കഥാകൃത്തിൻ്റെ പടത്തിലൂടെ വന്ന ഒരു നായികയെ രാവിലെ 5 മണിക്ക് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് എണീറ്റ് പോകുന്നത് കണ്ടെന്ന് പലരും പറഞ്ഞിട്ടുള്ളതാണ്. അതേക്കുറിച്ചൊക്കെ പല വീഡിയോസും പല റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളാണ് അദ്ദേഹം. എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പിടിഞ്ഞെടുത്ത് അഭിനയിപ്പിക്കുന്നൊരു സംവിധായകനുമാണ്, തിരക്കഥാകൃത്തുമാണ്. അതുകൊണ്ട് ഈ നടിയൊന്നും ആർക്കും പീഡിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആർക്കും ഇവരെയൊന്നും ഉപയോഗിക്കേണ്ടി വരികയില്ല. ഇവരൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് കഴിഞ്ഞാൽ അവന്മാർക്കൊന്നും അങ്ങോട്ട് അടുക്കാനേ പറ്റത്തില്ല. അവർക്ക് ഈ സംവിധായകരിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും അങ്ങനെയുള്ള ഒരു ശല്യമോ ഉപദ്രവമോ ഉണ്ടാകാത്തതുകൊണ്ട് അത് അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി പിന്നിൽ നിന്ന് കുത്തുന്നവളുമാരെയൊക്കെ തിരിച്ചറിയുക, അതാണ് വേണ്ടത്.